കാളിക എന്ന ഭാവത്തിലാണ് പൂജിക്കുക. കാളിക എന്ന ഭാവത്തില് അമ്മയെ നമ്മൾ ആശ്രയിക്കുന്നു. കാമചാരിയും ശുഭാം കാന്താം കാലചക്രസ്വരൂപിണിയും കാമതാം കരുണോദാരാം കാളികാം പൂജയാമ്യഹം. കൽപ്പാന്ത പ്രളയത്തിങ്കൽ ഈ ചരാചരമാകവേ കാലനം ചെയ്തിടും കാളീദേവിയെ കൂപ്പിടുന്നതാണ്. ഇപ്പൊ കാളിക എന്ന ഭാവം കൊണ്ട് ഈ പ്രപഞ്ചത്തില് ഓരോ ജീവജാലങ്ങളുടെയും കർമ്മഫലം അനുഭവിപ്പിച്ച് അതിന്റെ ആ പ്രാരബ്ധത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ കർമ്മങ്ങൾ ഒടുങ്ങുന്ന സന്ദർഭത്തില് തന്നിലേക്ക് തന്നെ സർവജീവജാലങ്ങളെയും ബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന അമ്മ ഓരോ ജീവനെയും തന്നിലേക്ക് കലനം ചെയ്യുന്നു. അങ്ങനെ കലനം ചെയ്യുന്ന ആ മഹാദേവി കാളിക എന്ന ഭാവത്തില് നമ്മൾ ആരാധിക്കുന്നു. ആ കാളിക എന്ന ഭാവത്തില് ആ മഹാദേവിയെ നമ്മൾ ആശ്രയിച്ചാൽ സർവവിധമായിരിക്കുന്ന ശത്രുനാശവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. അപ്പൊ എല്ലാ തരത്തിലും നമ്മുടെ ഉള്ളിൽ കൂടിയിരിക്കുന്ന കാമക്രോധ ലോഹമതാദികളാവുന്ന ആ അഷ്ടരാഗങ്ങളെയും ഇല്ലാതാക്കി നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കാൻ ആ മഹാദേവിയുടെ ഉപാസന കൊണ്ട് സാധ്യമാകുന്നു. അപ്പൊ അങ്ങനെയുള്ള ജഗദംബികയെ നമുക്കിവിടെ 13 കുഞ്ഞുങ്ങളിലാണ് ആ അമ്മയുടെ കാളികാഭാവത്തിൽ ആശ്രയിക്കുവാനുള്ള ഭാഗ്യമുണ്ടായത്. ആ 13 ദേവിമാർക്ക് ഉപഹാരങ്ങൾ സമർപ്പിക്കുവാനായിട്ട് നമ്മുടെ ഈ ക്ഷേത്രാങ്കണത്തിൽ വന്നു ചേർന്ന ഇത്രയും സജ്ജനങ്ങൾക്ക് അവസരവും ഒരുങ്ങി. എല്ലാ തരത്തിലും ആ ഓരോ കുഞ്ഞുങ്ങൾക്കും മഹാദേവിയുടെ അനുഗ്രഹം സർവഥാ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നാമജപം യജ്ഞവേദിയിൽ. ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ കീർത്തനം ജയ ജയ മഹാദേവിയൈ നമഃ. യജ്ഞവേദിയിലെ നാമജപം മുഴങ്ങണം. നിരന്തരം ആ നാമജപം ഉണ്ടാവണം. ഞാനിവിടെ അടുത്ത ദേവിമാരുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ നിർത്തിക്കളയരുത്. അമ്മേ നാരായണ നാമജപം മുഴങ്ങണം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വേറെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും പറയാനും പോകും. അതുകൊണ്ട് അതൊക്കെ മറന്നുകൊണ്ട് ആ സമയം കൂടി ഭഗവത്പരമാക്കാൻ നമുക്ക് ഈ നാമജപം ഉപകരിക്കും. അതുകൊണ്ട് നാമം ജപിക്കൂ എല്ലാവരും. അമ്മേ നാരായണ നാമം ഉറക്കെ ജപിക്കും. പിന്നെയോ തന്റെ പുത്രന് ആ ധർമ്മമാർഗത്തിലേക്ക് കൈപിടിച്ച് നയിക്കുമ്പോഴാണ് അവൻ ആരാകുന്നത്? അച്ഛനാവുക. ഒരു ഉത്തമനായ ഗുരുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടെത്തിക്കേണ്ടുന്ന ആരാണ്? അച്ഛനാണ്. കുറെ ശാസ്ത്രം പഠിപ്പിച്ചതുകൊണ്ട് ഒരു ഗുരുമാവില്ല. പിന്നെയോ ആ ഈശ്വര ദർശനത്തെ സാധിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഗുരു ശരിക്കും ഗുരുവാകുന്നത് എന്ന് പറയും. അതുകൊണ്ട് ഭക്തിമാർഗം കാട്ടിടുന്ന ബന്ധുതാൻ അച്ഛനും സദാ. ആത്മിക മഹേഷ് എന്ന ദേവിയെ ഉപഹാരം സമർപ്പിക്കാനായിട്ട് ശ്രീ രാജി ലാൽപുര സാൻവിക 3 വയസ്സ്. സാൻവിക ജലജ 11 ദേവിമാരെയാണ് അവർ പൂജിച്ചത്. 5 വയസ്സിന്റെ ദേവിമാർക്ക് ഉപഹാരം സമർപ്പിക്കാനുള്ള സജ്ജന ചൈത്ര തൃക്കേട്ട എന്ന ദേവിക്ക് സമർപ്പിക്കാൻ ബേബി ഗിരിജ ശ്രീപത്മം.
ശ്രീനിധി ആയില്യം എന്ന ദേവിക്ക് സത്യഭാമ ഐശ്വര്യം എന്ന ഭക്ത. അവന്തിക തൃക്കേട്ട എന്ന ദേവിക്ക് സമർപ്പിക്കുന്നത് ശ്രീലക്ഷ്മി സാവിത്രി നിവാസ്. ഇഷാനി ഉത്രാടം എന്ന ദേവിക്ക് സമർപ്പണം ഡോക്ടർ ശ്രീലത പുഷ്പവിലാസം കൈകൾ. ഡോക്ടർ ശ്രീലത പുഷ്പവിലാസം കൈകൾ.